ഹായ് വെൽക്കം ബാക്ക് ടു ലേണിംഗ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ് ചോദിക്കുകയുണ്ടായി, അതായത് എൻജിനീയറിംഗ് കഴിഞ്ഞ് നമുക്കൊരു ഗവൺമെന്റ് ജോബ് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏത് എക്സാം ആണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി അതിലൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്റ്റുഡൻസിന് അത് യൂസ്ഫുൾ ആയിരിക്കുന്നു. അപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ കൂടുതലും പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു ടെക്നിക്കൽ പോസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ടെക്നിക്കൽ പോസ്റ്റുകളും അല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളെ കുറിച്ചുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ തരാം. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതല്ല ഇപ്പൊ ജസ്റ്റ് ബിടെക് പാസ് ഔട്ട് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇപ്പം ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെയും ജോബ് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ PSC എക്സാം എഴുതിയിട്ടാണ് നമുക്ക് ആ ഒരു ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് ഒരു ജോബ് കിട്ടുന്നത്. അപ്പോൾ PSC എക്സാംസിന് നമ്മൾ ആദ്യം തന്നെ PSCയിൽ നമ്മൾ ലോഗിൻ ചെയ്ത് വെക്കണം. അതിപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫൈനൽ ഇയേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലോഗിൻ ചെയ്തിടാം. ദെൻ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞാലായിരിക്കും എക്സാം എഴുതാൻ പറ്റുക. ഇനി അതിൽ തന്നെ ഇപ്പൊ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബിടെക്കിന് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്താലാണ് കറക്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ അറിയാനായിട്ട് പറ്റുക. ഇപ്പൊ നമ്മൾ ലേണിനോ നമ്മൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയിക്കാനും അതേപോലെ തന്നെ അതിന്റെ എലിജിബിലിറ്റി, സിലബസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി. പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കൃത്യസമയത്ത് ഈ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാതിരിക്കുക, അല്ലെങ്കിൽ ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നതാണോ എന്ന് അറിയാതിരിക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ അവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആ PSC വഴിയാണ് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിലെ എക്സാംസ് വരുന്നത്. അപ്പൊ അത് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ട്രിപ്ലിക്കാർക്ക് ഉള്ള എക്സാംസ് ഉണ്ട്, EC, MEC, സിവിൽ, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നിങ്ങൾക്ക് പരീക്ഷകൾ വരും. ഇപ്പോൾ ഇലക്ട്രോണിക്സിനാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ട്രേഡ്സ് മാൻ, ഡെമോൺസ്ട്രേറ്റർ, അത് ഓരോന്ന് ITI ലെവൽ വരുന്നതുണ്ട്, ഡിപ്ലോമ ലെവൽ വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ വരുന്ന എക്സാം ഉണ്ട്. ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, പോളിടെക്നിക് ലെക്ചറർ, അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പരീക്ഷകൾ വരുന്നുണ്ട്. ഇനി ഇലക്ട്രിക്കലിനാണെന്നുണ്ടെങ്കിലും ഓവർസിയർ, ഗ്രേഡ് 1 ഇലക്ട്രീഷ്യൻ, അതേപോലെ ഈ പറഞ്ഞ ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, KSEBയിൽ സബ് എഞ്ചിനീയർ, അങ്ങനെ കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. സിവിലിനും മെക്കിനും ഒക്കെ ഇതേപോലെ തന്നെ ഓരോ പോസ്റ്റുകൾ, ഒരുപാട് നിരവധി പോസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ കൃത്യമായി നമ്മൾ അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയുക, അത് അപ്ലൈ ചെയ്യുക, അതിനുശേഷം എക്സാമിന്റെ ടൈമിൽ അത് കൺഫർമേഷൻ കൊടുക്കുക, അതിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. മിക്കവാറും പരീക്ഷകൾക്കൊക്കെ സിലബസ് നമുക്കൊരു 2 months അല്ലെങ്കിൽ 3 months മുന്നേ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ സിലബസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക, ചിലപ്പോൾ സിലബസ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ചെയ്യും. അതാണ് അതിന്റെ ഒരു രീതി. നമ്മളിപ്പം ടെക്നിക്കൽ PSCക്ക് കോച്ചിങ് കൊടുക്കുന്നതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് അതിന്റെ ഒരു പാറ്റേൺ ഞാനത് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൃത്യമായ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും. ഒപ്പം PSC നിങ്ങൾ ലോഗിൻ ചെയ്ത് വെക്കാം. ഇനി സെൻട്രൽ ഗവൺമെന്റിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ടെക്നിക്കൽ ജോബുകളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് RRB, SSCയിലാണെങ്കിൽ SSC ഇപ്പോൾ ടെക്നിക്കൽ പറയുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് വരുന്നുണ്ട്. അല്ലാതെ SSC നിങ്ങൾക്ക് അറിയാം, ഹയർ സെക്കൻഡറി ലെവലും ഡിഗ്രി ലെവലും ഒരുപാട് പരീക്ഷകൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ റെയിൽവേയിലാണെന്നുണ്ടെങ്കിൽ റെയിൽവേയിൽ ഗ്രൂപ്പ് D, NTPC, ഇതൊക്കെ നോൺ ടെക്നിക്കൽ പോസ്റ്റുകളാണ്. അതല്ലാതെ നമുക്ക് ടെക്നിക്കൽ പോസ്റ്റിൽ വരുമ്പോൾ ജൂനിയർ എഞ്ചിനീയർ, അതേപോലെ ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള, അതുപോലെ ALP തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ റെയിൽവേയിൽ വരുന്നുണ്ട്. അതിനും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ RRBയുടെ സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് വെക്കുക. SSCയുടെ സൈറ്റിലും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും SSCയിലും നമുക്ക് JEയുടെ എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചാലേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് അതിൽ വരുന്നത്. ഇനി അത് കൂടാതെ നമ്മൾ ISROയിലെ VSSCയിലൊക്കെ ടെക്നിക്കൽ പോസ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതേപോലെ തന്നെ സയന്റിസ്റ്റ് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഡിപ്ലോമ ലെവലിലുള്ള എക്സാംസ് ഉണ്ട്, ഡിഗ്രി ലെവലിലുള്ള എക്സാംസും അതിനകത്ത് വരുന്നുണ്ട്.
ISRO സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. ISRO VSCCയുടെ ഒക്കെ എക്സാംസ് അത് അവരുടെ സൈറ്റിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാറുള്ളത്. ഈ പറഞ്ഞ പരീക്ഷകൾക്കൊക്കെ തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള എക്സാം ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും, ചിലതിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ISROയിലൊക്കെ ആണെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ PSC എക്സാംസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട് മാത്രമേ എക്സാമിന് വരുള്ളൂ. പക്ഷെ RRB SSC ഒക്കെ ആണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. ജനറൽ അവയർനെസ് അതേപോലെ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. RRBയുടെ സിലബസ് തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. 2 ടയർ ആയിട്ടൊക്കെയാണ് എക്സാം നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെങ്കിലും എക്സാമിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടാതെ പല പബ്ലിക് സെക്ടർ കമ്പനീസും നമ്മളുടെ ഗേറ്റ് സ്കോർ ബേസ് ചെയ്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു വാലിഡ് ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് സ്കോർ ഉണ്ടെങ്കിൽ പല കമ്പനീസും ആ ഗേറ്റ് സ്കോർ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ വിളിക്കുക. അവർ ചിലപ്പോൾ വേറെ എക്സാംസ് നടത്തില്ല, ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ഇന്റർവ്യൂവിന് ഡയറക്റ്റ് ആയിട്ട് വിളിക്കും. അല്ലെങ്കിൽ ഗേറ്റ് സ്കോർ ഉള്ളവരെ മാത്രം വെച്ചുകൊണ്ട് ചിലപ്പോൾ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഗേറ്റ് എക്സാം എഴുതുന്നത് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇതുപോലെ ജോബിന് വേണ്ടിയും നമുക്ക് ഗേറ്റ് സ്കോർ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്കൊരു പബ്ലിക് സെക്ടറിലെ ഒരു ജോബ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇതിന് നമുക്ക് ഫൈനൽ ഇയർ മുതൽ തന്നെ, അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ എക്സാംസിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു S3, S4, S5 വരുന്ന സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കുക. അപ്പൊ ഗേറ്റിനാണെങ്കിലും അതെ, പല ടെക്നിക്കൽ എക്സാംസിനാണ്. കാരണം നമ്മൾ ബേസിക് സബ്ജക്ട്സ് പഠിക്കുന്ന ഈ സെമിസ്റ്ററുകളിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കോർ ആയിട്ടുള്ള സബ്ജക്ട്സ് S3 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു എക്സാം എഴുതാൻ വേണ്ടി മാത്രം പഠിക്കാതെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ അതിനുശേഷം ഇതുപോലുള്ള എക്സാംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏകദേശം പരീക്ഷകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിവേ, നമുക്ക് ടെക്നിക്കൽ എക്സാമിന് മാത്രമായിട്ടുള്ള ഒരു ചാനൽ ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. അതുകൂടാതെ നമ്മുടെ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് BTech കഴിഞ്ഞ് ഒരു ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള എക്സാംസ്, അത് കൃത്യമായി നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം. നല്ല കോമ്പറ്റീഷൻ ഉള്ളതാണ്. പക്ഷെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രീം ജോബിൽ എത്താൻ തന്നെ സാധിക്കും. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.